ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഗോൾഡ് A011 എന്ന് പറയുന്ന ഗോൾഡ് A011 എന്ന് പറയുന്ന ഒരു ക്ലാസ് AB ആംപ്ലിഫയറിനെ കുറിച്ചിട്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ക്ലാസ് D ആമ്പായിട്ട് നമുക്ക് തോന്നും, എന്നാൽ പോലും ഇതൊരു ക്ലാസ് AB ആംപ്ലിഫയറാണ്. മോസ്ഫെറ്റ് ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു ആമ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ TDA7850 അല്ലെങ്കിൽ TDA7850 ആണ് ഇതിൻ്റെ മോസ്ഫെറ്റ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റ് ST മൈക്രോ കൺട്രോളിൻ്റെ ഒരു ചിപ്പാണ്. ഈ ഒരു ചിപ്പ് എന്ന് പറയാൻ പറ്റില്ല, മോസ്ഫെറ്റാണിത്. 4 ചാനലാണ് ഈ ഒരു മോസ്ഫെറ്റിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വർക്കിംഗ് വോൾട്ട് എന്ന് വെച്ചാൽ 8 വോൾട്ട് തൊട്ട് 18 വോൾട്ട് വരെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വോൾട്ട് വരുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ടൊരു ഹീറ്റ് സിങ്ക്, ഇത് ഹീറ്റ് സിങ്ക് ആണ്. കൂടാതെ ഇവിടെ ചെറിയൊരു 12 വോൾട്ടിൻ്റെ ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹീറ്റ് സിങ്ക് ആണ്, അത്യാവശ്യം നല്ല ഹീറ്റ് ആവുന്നൊരു മോസ്ഫെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ആമ്പിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇവിടെയാണ് ഇത് ഓളിയം കൺട്രോളാണ് വരുന്നത്. ഇവിടെയാണ് ഓഡിയോ സിഗ്നൽ കൊടുക്കാനായിട്ടുള്ളത്. ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഓക്സ് ആയിട്ട് നമുക്ക് ഓക്സ് കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓക്സ് ഇൻപുട്ടും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിലൊരു നീല കളറിലുള്ള ലൈറ്റ് ഈ ഭാഗത്തായിട്ട് കത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു 4 ചാനലാണ്. കോഡ് ബ്രിഡ്ജ് ആമ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. 4 ഔട്ട്പുട്ടാണ് ഇതിനകത്തുള്ളത്. നമ്മളിവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ചാനൽ ഔട്ട്പുട്ടായിട്ടാണ് വരുന്നത്. ഈ TDA7850 TDA7850 എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ IC അല്ലെങ്കിൽ ഒരു മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ബേസ്ഡ് ആയിട്ട്, അതായത് കാറുകളിൽ യൂസ് ചെയ്യുന്ന ഒരു മോസ്ഫെറ്റാണ്. അപ്പോൾ ആ ഒരു മോസ്ഫെറ്റ് അല്ലെങ്കിൽ കാർ സ്റ്റീരിയോയിൽ യൂസ് ചെയ്യുന്ന ഒരു മോസ്ഫെറ്റാണ്. ആ മോസ്ഫെറ്റിനെ ഈ ഒരു ക്ലാസ് AB ആമ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒറ്റയടിക്ക് ഇതൊരു ക്ലാസ് D ആമ്പാണെന്ന് പലരും പറയുന്നു എന്നാൽ പോലും ഇതൊരു ക്ലാസ് D ആമ്പ് അല്ല, ക്ലാസ് AB ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ് AB ടോപ്പോളജിയിൽ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ 4 ഔട്ട്പുട്ട് നമുക്കിതിന് കാണാനായിട്ട് കഴിയും. ഇവിടെ വരുന്നത് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ഔട്ട്പുട്ട് ഇവിടെ വരുന്നുണ്ട്. അടുത്ത ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ഔട്ട്പുട്ട് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ മൊത്തം 4 ചാനൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ പവർ സപ്ലൈ കൊടുക്കാനായിട്ടുള്ളത്. 8 വോൾട്ട് തൊട്ട്, അതായത് 8 വോൾട്ട് തൊട്ട് നമുക്ക് 18 വോൾട്ട് വരെയാണ് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. സാധാരണ 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെയാണ് ക്ലാസ് D വരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ 8 വോൾട്ട് തൊട്ട് 18 വോൾട്ട് വരെയാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 18 വോൾട്ടാണ് മാക്സിമം സപ്ലൈ വരുന്നത്. ആ ഒരു 18 വോൾട്ട് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഇവിടെയല്ല, ഇതിൻ്റെ പുറകിൽ ഇവിടെയാണ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന 18 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പവർ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ohmസിൽ 50 + 50 + 50 + 50 4 ചാനലുകൾക്കും 50 50 50 വെച്ചാണ് നമുക്ക് വരുന്നത്. കൂടാതെ 2 ohmസിൽ നമുക്ക് സ്പീക്കേഴ്സിൽ ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഡ് ചെയ്യുന്ന സമയത്ത് പെർ ചാനൽ 80 വാട്ട്സ് വെച്ച് 4 ചാനലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും ഹൈ പവർ ആമ്പാണ് ഈ ഒരു ആമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കൂടാതെ തന്നെ നമുക്ക് 14 വോൾട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 വാട്ട്സ് പെർ ചാനൽ 30 വാട്ട്സ് വെച്ച് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകതയായിട്ടുള്ളത്. ഇനി അതേ 14 വോൾട്ടിൽ നമ്മൾ 2 ohms ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ വളരെ നല്ലൊരു സെറ്റപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മോസ്ഫെറ്റ് ആംപ്ലിഫയർ ആണ്. അത് നോർമൽ സ്വിച്ചിങ് മോസ്ഫെറ്റ് പോലെയുള്ള ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള മോസ്ഫെറ്റ് ആമ്പാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാർ സ്റ്റീരിയോയുടെ ക്വാളിറ്റി സെറ്റപ്പ് എങ്ങനെയാണോ, അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു കാർ സ്റ്റീരിയോ വച്ചിട്ട് നിങ്ങളൊരു ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ കേൾക്കും. ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ ലെഫ്റ്റ് റൈറ്റ് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഉള്ള നല്ല പ്രീ ആമ്പുകൾ യൂസ് ചെയ്ത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രീ ആമ്പുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി, നല്ല സ്പീക്കേഴ്സ് വേണം ഉണ്ടെങ്കിൽ അടിപൊളി ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഹൈ പവർ തന്നെയാണ് കാര്യം. ഹൈ പവർ എന്ന് വെച്ചാൽ പെർ ചാനൽ 2 ohmസിൽ 80 വാട്ട് എന്ന് പറയുമ്പോൾ 80 വാട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ 4 ചാനലും കൂടെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പെർ ചാനൽ 50 വാട്ട്സ് വെച്ച് 4 ചാനലാകുമ്പോൾ തന്നെ ഏകദേശം 200 വാട്ട്സ് ഈ ഒറ്റ കുഞ്ഞ് ക്ലാസ് D അല്ല, ക്ലാസ് AB, ഓക്കെ, ക്ലാസ് D ആമ്പിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഇത്രയും ചെറുതാണ്, അത് വളരെ ചെറുതാണ്, ഇത്രയും തന്നെ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ ഹീറ്റ് ആവും എന്നുള്ളതാണ്. ഞാനിവിടെ നമുക്കൊരു പവർ സപ്ലൈ ഒന്ന് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 12 വോൾട്ട് ഞാൻ കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്ത് കാണിക്കുന്നതാണ്.
ഞാൻ ജസ്റ്റ് ഒരു പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് 2 ആംബിയറിൻ്റെ ഒരു പവർ സപ്ലൈ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ഓൺ ഓഫ് സ്വിച്ചാണ്. ഇവിടെ ഞാൻ ഒന്ന് ജസ്റ്റ് ഓൺ ആക്കുകയാണ്. ആക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചെറിയൊരു നീല കളർ ഇൻഡിക്കേഷൻ കത്തുന്നുണ്ട്. ഒരു LED ആണ് കത്തുന്നുണ്ട്. കൂടെ തന്നെ ആ ഫാൻ ഇവിടെ കറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാധനം അടിപൊളിയാണ്. വളരെ കോമ്പാക്റ്റാണ്, വളരെ ചെറുതാണ്. ചെറിയ ഫാനാണെങ്കിലും ചെറിയൊരു കൂളിംഗ് എഫക്റ്റൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹീറ്റ് സിങ്ക് ഹീറ്റ് ആവുന്നതിനനുസരിച്ച് ഒരു കൂളിംഗ് പരിപാടി അവിടെ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറുതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലൊരു ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാനൊരു സ്പീക്കറും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാണ്. എന്തെങ്കിലും നോയ്സോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓഡിയോ ചെക്ക് ചെയ്ത് കാണിക്കാൻ നിർവാഹമില്ല. അതിനുള്ള കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോപ്പിറൈറ്റ് പരിപാടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്ത് നോക്കുന്നില്ല. ചെക്ക് ചെയ്ത് നോക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഡീറ്റെയിലായിട്ട് കാര്യങ്ങളത് പറഞ്ഞത്. ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഓഡിയോയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീക്കർ കണക്ട് ചെയ്ത് കാണിക്കാം. ഞാൻ ഓഡിയോ ചെക്ക് ചെയ്യുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ഈ പറയുന്ന നോയ്സ് ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാനിവിടെ സ്പീക്കർ കണക്ട് ചെയ്തു. സ്പീക്കർ കണക്ട് ചെയ്തതിന് ശേഷം ഫുൾ റേഞ്ച് സ്പീക്കറാണ്. ഒരു പഴയ ഫുൾ റേഞ്ച് സ്പീക്കറാണ്. ആമ്പിലേക്ക് സ്പീക്കറിൻ്റെ വയർ കണക്ട് ചെയ്തു. നോയ്സ് ആയിട്ടൊന്നും വളരെ നോയ്സ് അങ്ങനെ ഒരു നോയ്സ് ആയിട്ടൊന്നും പറയാനില്ല. പിന്നെ ചെവി വെച്ച് നോക്കിയാൽ വളരെ ചെറിയൊരു ആമ്പ് ഓണായി നിൽക്കുന്നു എന്നുള്ളൊരു ചെറിയൊരു സൗണ്ട്. അത് മാത്രമല്ല നോയ്സ് ആയിട്ട് നമുക്കൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ സോറി ഗെയ്സ്, ആ സ്പീക്കർ കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു സ്പീക്കർ എടുത്തു. ഇപ്പോൾ ഒരു ഐപോഡ് കണക്ട് ചെയ്തൊക്കെയാണ് ആമ്പിൽ കൊടുത്തിരിക്കുന്നത്. നോയ്സ് ഒട്ടും തന്നെ ഇല്ല, ഒരു നോയ്സ് ഇല്ല. സ്പീക്കർ പിന്നെ ഒരു ഓഡിയോ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് പിന്നെ ഒട്ടും നോയ്സ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. പിന്നെ ഈ ഫാൻ അത്യാവശ്യം എഫിഷ്യൻസിയുള്ള ഫാനാണ്, നല്ല കാറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഓഡിയോ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ എന്നുള്ള അറിയില്ല. വരികയാണെങ്കിൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും ഒന്ന് ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആപ്പിളിൻ്റെ ഐപോഡാണ്. ഔട്ട്പുട്ടിൽ എടുത്തിരിക്കുന്ന ഫിലിപ്സിൻ്റെ സ്പീക്കറാണ്. അപ്പോൾ ഇതൊന്നും അല്ല ഇതിൻ്റെ പെർഫോമൻസ്. ഊഫറൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു പെർഫോമൻസ് ആണ് ഇതിൽ വരുന്നത്. എൻ്റെ കയ്യിലൂടെ ഊഫർ ഞാൻ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഊഫർ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കി അടിപൊളിയാണ്. ഈ സ്പീക്കറിൽ ഇത് അടിപൊളിയാണ്. പിന്നെ ഈ സ്പീക്കർ ചെക്ക് ചെയ്ത് നോക്കി, ഇതിനകത്ത് അടിപൊളിയാണ്. അപ്പോൾ ടോട്ടലി ഇത് കൊള്ളാം, നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പ്രോഡക്റ്റായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ നിലവിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഹീറ്റ് ഉണ്ടാകുന്ന നോക്കിയതാണ്. ഹീറ്റ് ഇപ്പോൾ അത്യാവശ്യം ഇല്ല. ഈ ഒരു സൈഡ് ചെറുതായിട്ട് ഹീറ്റ് ആയി. കാര്യം ഞാൻ ഈ ഒരു സൈഡിലെ ഓഡിയോ കൊടുത്തപ്പോൾ ഈ ഒരു സൈഡ് ചെറുതായിട്ട് ഹീറ്റ് ആയതായിട്ട് കണ്ടു. ടോട്ടലി ഹീറ്റ് ആ ഒരു കാറ്റടിക്കുന്നതനുസരിച്ച് ഇത് ഹീറ്റ് ആവും, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം, ഇതിനകത്തുകൂടെ നോക്കുമ്പോൾ കാണാം ഓപ്പാമ്പ് ഐസികൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഈ ഓപ്പാമ്പ് ഐസികൾ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഗെയിനറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് അവിടെ. നല്ല പ്രോഡക്റ്റാണ്. ഓഡിയോ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. മോസ്ഫെറ്റാണ്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി വളരെ അടിപൊളിയാണ്. കാര്യം എന്ന് വെച്ചാൽ കാറിലൊക്കെ ഉപയോഗിക്കുന്ന, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന മോസ്ഫെറ്റ് എന്ന് വെച്ചാൽ ഓഡിയോയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ സബ്വൂഫർ ആമ്പിന് വേണ്ടി IRF സീരീസിലുള്ള സ്വിച്ചിങ് മോസ്ഫെറ്റുകൾ യൂസ് ചെയ്ത് ആമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ക്വാളിറ്റി അത് വേറെയാണ്. കാര്യം അത് ലാറ്ററൽ മോസ്ഫെറ്റുകളല്ല, അതിനകത്ത് വരുന്ന ലീനിയർ മോസ്ഫെറ്റുകളാണ്. നമുക്ക് ലാറ്ററൽ മോസ്ഫെറ്റുകളാണ് കുറച്ചും കൂടെ നല്ലത്. ഇത് ഓഡിയോയ്ക്ക് വേണ്ടി മാത്രം സ്പെഷ്യലി ചെയ്തിട്ടുള്ള മോസ്ഫെറ്റ് വെച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത്രയും ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ക്വാളിറ്റി ചിലപ്പോൾ ഈ പറയുന്ന IRF സീരീസിലുള്ള മോസ്ഫെറ്റുകൾക്ക് കിട്ടണമെന്നില്ല. കാര്യം ഈ പറഞ്ഞാൽ ഇത് സ്പെഷ്യലി ഡിസൈൻ ഫോർ ഓഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആമ്പ് തന്നെയാണ്. നിങ്ങൾക്ക് വാങ്ങി പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 4 ചാനൽ ഉണ്ടെന്നുള്ളതാണ്. ഒറ്റ പവർ സപ്ലൈ കൊടുക്കുക, 2 സിഗ്നൽ കൊടുക്കുക, ലെഫ്റ്റ് റൈറ്റ് സിഗ്നൽ കൊടുക്കുക, 4 സ്പീക്കറായിട്ട് എടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു സബിൻ്റെ ആമ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 4.1 എന്ന് പറയാൻ പറ്റത്തില്ല, സ്റ്റീരിയോ ഒരു 2.1 ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ 4 സ്പീക്കർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ലൊരു സെറ്റപ്പിലാണ് വരുന്നത്. ഇപ്പോൾ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓഫും ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ പോവുകയാണ്.
ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും സ്പീക്കറിൻ്റെ സൈഡിൽ നിന്നും അങ്ങനെ വലിയൊരു പ്രതികരണം, അതായത് ടപ്പോ ടപ്പോ എന്നുള്ള സൗണ്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല. അത് മറ്റൊരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. കാര്യം ഒരു രീതിയിലുള്ള ഒരു പോപ്പപ്പ് സൗണ്ടോ അങ്ങനത്തെ ഒരു സൗണ്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്ന സമയത്ത് വലിയ ഒരു പ്രശ്നം സ്പീക്കറിൻ്റെ സൈഡിൽ നിന്നില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. സ്പീക്കർ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ വേണ്ട. വയ്ക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ വയ്ക്കാം. ഇനി ഒരുപാട് സ്പീക്കർ പ്രൊട്ടക്ഷനൊക്കെ വെച്ച് ഇത് കുളമാക്കണ്ട. നിങ്ങൾ അല്ലാതെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഇത് വർക്ക് ആക്കി എടുക്കാമെന്നുള്ള രീതിയിലാണ് വരുന്നത്. കാര്യം ഈ മോസ്ഫെറ്റിന് കുറച്ച് പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കിയ പ്രകാരം പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മോസ്ഫെറ്റ് പോയാൽ സ്പീക്കർ പോകാനുള്ളൊരു സാധ്യത കുറവാണ്. കാര്യം മോസ്ഫെറ്റ് പോയി കഴിഞ്ഞാൽ അതൊരു സർക്യൂട്ട് അവിടെ നിൽക്കും. പിന്നെ അതിൽ നിന്ന് ഔട്ട്പുട്ട് വരാത്തൊരു രീതിയിൽ പ്രൊട്ടക്ഷൻ ഒക്കെ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും ഒരു സുരക്ഷ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പലരും ക്ലാസ് ഡി ആംബ് എന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊരു ക്ലാസ് ഡി ആംബ് അല്ല. ഇത് തീർച്ചയായും ഇതൊരു ക്ലാസ് എ ബി ആംബ് തന്നെയാണ്. രൂപത്തിൽ ഒരു ക്ലാസ് ഡി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ക്ലാസ് എ ബി ടോപ്പോളജിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആമ്പിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയാനായിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. നല്ലൊരു ആംപ്ലിഫയർ ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇൻപുട്ട് കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ചെറിയൊരു വർക്കിംഗ് ആംബ് ഓണായി നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ നോയ്സ്, അതൊരു നോയ്സായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ളൊരു സർക്യൂട്ട് നിങ്ങൾ ക്ലോസ് ആയി വരുമ്പോൾ അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് സ്പീക്കറിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ ഒരു നോയ്സും തന്നെ നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു ആംപ്ലിഫയറായിട്ട് എനിക്കിത് കണക്കാക്കാൻ പറ്റും. നല്ലൊരു ആംപ്ലിഫയർ തന്നെയാണ്. വാങ്ങി ഉപയോഗിക്കാം. ഇതിൻ്റെ വിലയും ബാക്കിയുള്ള ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടി ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മടിക്കരുത്. ഫ്രീ ആണ്, വളരെ ഫ്രീ ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ ചേട്ടന്മാർക്കും ബൈ ബൈ.